പങ്കാളികൾ ആ പങ്കാളികളിലുള്ളവർക്കും ഇത് കാണപ്പെടാറുണ്ട്. അത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും കൂടുതൽ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതും സ്ത്രീക്ക് ഒരു cervixന്റെ കാരണമായിട്ട് ലഭിക്കാറുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 3 തരമുണ്ട്. ഇതിലേറ്റവും പ്രശ്നക്കാരൻ 16 and 18 ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെ പലപ്പോഴും നമ്മൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് ഗൊണോറിയ, സിഫിലിസ് അങ്ങനെയൊക്കെ പിടിപെട്ടിട്ടുള്ള സ്ത്രീകളിലും നമ്മൾ കൂടുതലായിട്ട് ഈ ക്യാൻസർ സെർവിക്സ് കാണുന്നുണ്ട്. സ്ത്രീകളിൽ പലപ്പോഴും അവരുടെ മെൻസ്ട്രുവൽ ഹൈജീൻ അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കുറയുമ്പോഴാണ് നമ്മൾ ഈ ക്യാൻസർ സെർവിക്സിൻ്റെ ഒരു കോസറ്റീവ് ഏജൻ്റായിട്ട് അതിനെ കണ്ടുവരുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ മേഴ്സി CV, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒബ്സ്ട്രീഷ്യൻ. 31 വർഷത്തെ ഗവൺമെൻറ് സർവീസിലെ സേവനത്തിന് ശേഷം അഡീഷണൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗള ക്യാൻസർ അഥവാ സർവിക്സ് ക്യാൻസർ. സർവിക്സ് ക്യാൻസറിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും സെക്കൻഡ് കില്ലർ, രണ്ടാമത്തെ കില്ലർ സ്ത്രീകളിൽ കാണുന്നതാണ്. ഏറ്റവും അധികം ആളുകൾ ഇന്ന് ഗർഭാശയഗള ക്യാൻസർ കൊണ്ട് നമ്മുടെ ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും ധാരാളം പേര് മരണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഏർലി മാരേജ്, നേരത്തെ കല്യാണം കഴിയുന്നവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ആൻഡ് കുറേ കുഞ്ഞുങ്ങളിലുള്ളവരിലും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. മൾട്ടി പാരിറ്റി അഥവാ കൂടുതൽ കുഞ്ഞുങ്ങളിലുള്ളവരിലും നമ്മൾ ഗർഭാശയഗള ക്യാൻസർ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു സ്ത്രീകളുടെ ഡെത്ത് എടുത്താൽ ഒരു വലിയ ശതമാനം ആളുകൾ ക്യാൻസർ സെർവിക്സ് കൊണ്ട് മരണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത കാരണം നമ്മൾ പറയപ്പെടുന്നത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, കൂടുതൽ ജീവിത പങ്കാളികൾ. ആ പങ്കാളികളിലുള്ളവർക്കും ഇത് കാണപ്പെടാറുണ്ട്. അത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനും കൂടുതൽ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതും സ്ത്രീക്ക് ഒരു cervixന്റെ കാരണമായിട്ട് ലഭിക്കാറുണ്ട്. നാം ഇതിൻ്റെ ശരിയായ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതാണ് ക്യാൻസർ സെർവിക്സിൻ്റെ ഏറ്റവും വലിയ ഒരു കോസറ്റീവ് ഏജൻ്റായിട്ട് കണ്ടിട്ടുള്ളത്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന സംഭവം ഈ സ്ത്രീകളുടെ സെർവിക്സിൽ അഥവാ നമ്മുടെ വെജൈനയിൽ ഒരു ശരിയായ ഒരു pH ഉണ്ട്. ആ pHനൊരു ചേഞ്ച് അഥവാ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ കൂടുതൽ വളർച്ചയും ആ ഒരു ബാലൻസിങ് തെറ്റിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുകയാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതിൽ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 3 തരമുണ്ട്. ഇതിലേറ്റവും പ്രശ്നക്കാരൻ 16 and 18 ആണ്. പിന്നെ സെക്കൻഡ് വൺ ഇസ് 3, 11, 15 എക്സെട്ര. ഇനി തേർഡ് ലെസ് ഡേഞ്ചറസ്, അതിൽ 31 ഉണ്ട്, 33 ഉണ്ട്, 48 ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഇതിൻ്റെ വലിയൊരു കാരണക്കാരനെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെ പലപ്പോഴും നമ്മൾക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് ഗൊണോറിയ, സിഫിലിസ് അങ്ങനെയൊക്കെ പിടിപെട്ടിട്ടുള്ള സ്ത്രീകളിലും നമ്മൾ കൂടുതലായിട്ട് ഈ ക്യാൻസർ സെർവിക്സ് കാണുന്നുണ്ട്. ക്യാൻസർ സെർവിക്സ് ഒരു വളരെ സുഖകരമായി ട്രീറ്റ് ചെയ്യാവുന്ന ഒരു രോഗമാണ്. സ്ത്രീകൾക്ക് ഒത്തിരി അധികം ലോഞ്ചിവിറ്റി അഥവാ ജീവിതചക്രത്തിൻ്റെ ദൈർഘ്യം നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും 20 വർഷം 30 വർഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ സെർവിക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ വേറൊരു കാര്യം കാണുന്നത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, താഴേക്കിടയിലുള്ള സ്ത്രീകളിൽ പലപ്പോഴും അവരുടെ മെൻസ്ട്രുവൽ ഹൈജീൻ അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് കുറയുമ്പോഴാണ് നമ്മൾ ഈ ക്യാൻസർ സെർവിക്സിൻ്റെ ഒരു കോസറ്റീവ് ഏജൻ്റായിട്ട് അതിനെ കണ്ടുവരുന്നുണ്ട്. അതൊരു ഡെഫിനിറ്റീവ് ഫാക്ടർ അല്ല, പക്ഷേ അത് നമ്മൾ പഠന വിധേയമാക്കിയപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീനിങ് ആണ്. സ്ക്രീനിലേക്ക് വരുമ്പോൾ നമ്മൾ പാപ്സ്മിയ ഒരു 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷം ഏതൊരു സ്ത്രീ വന്നാലും
ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ ഒരു പാപ്സ്മിയർ എടുക്കാറുണ്ട്. പാപ്സ്മിയർ എന്ന് പറയുന്നത് ഗർഭാശയ ഗളത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചുരണ്ടിയെടുക്കുന്ന ഒരു ചെറിയൊരു സ്ലൈഡ്. അത് ഒരു OP പ്രൊസീജിയറായിട്ട് ആർക്കും വന്ന് അപ്പം തന്നെ ചെയ്ത് അപ്പം തന്നെ പോകാവുന്ന ഒരു കാര്യമാണ്. ഈ പാപ്സ്മിയറിൽ തന്നെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ സെർവിക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇനിയിപ്പോൾ സെർവിക്സിന് തന്നെ ചെറിയ എബ്നോർമാലിറ്റി, ചെറിയ പുണ്ണുകൾ, അല്ലെങ്കിൽ അവരുടെ ആ വെജൈനൽ ഡിസ്ചാർജിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈ വെജൈനൽ സ്വാബ് എടുക്കും, കോൾപോസ്കോപ്പി ചെയ്യാം, ഹിസ്റ്റോസാൽപിംഗോഗ്രാം ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഒരു സ്റ്റെയിനിങ് ഉണ്ട്, ലൂഗോൾ സൈഡിൻ ഒഴിച്ചിട്ടൊരു സ്റ്റെയിനിങ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ആ സെൽസ് എടുത്ത് അയക്കാനും. ഇതൊക്കെ വളരെ ചെറിയ 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 ഇൻവേസീവ് പ്രൊസീജിയറേ അല്ല. ഇതൊന്നും ആരെയും ഇങ്ങനെ എന്താ പറയുക ഇൻവേസീവ്, ഇതൊക്കെ നോൺ ഇൻവേസീവ് പ്രൊസീജിയേഴ്സാണ്. ആർക്കും നമ്മളൊരു ഇൻസിഷൻ ഒന്നും വേണ്ട, ഒരു മുറിവിട് ഒന്നും വേണ്ടാത്ത ചെറിയ 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 കാര്യങ്ങളാണ് ഈ CA സെർവിക്സിൻ്റെ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഈ സ്ക്രീനിങ് പലപ്പോഴും ഗ്രൂപ്പായിട്ട് പല മെഡിക്കൽ ക്യാമ്പ്സിൽ ചെയ്യാറുണ്ട്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഗർഭാശയകള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ലക്ഷണങ്ങൾ വരുന്നത് ഒരു പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, അഥവാ ഒരു പങ്കാളിയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതൊക്കെ അവസാനത്തെ സ്റ്റേജിലോട്ടായിട്ടും സ്ത്രീകൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൊക്കെ വളരെ പഫിനെസ് ഓഫ് ഫേസ്, വയറൊക്കെ വലുതായിട്ട് എസൈറ്റിസ്, ആൻഡ് ഓൾസോ ഭയങ്കര ഇമാസിയേറ്റഡ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ് ആയിട്ടും വരാറുണ്ട്. നമ്മൾ ക്യാൻസർ സെർവിക്സിൻ്റെ ഗ്രോത്തായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു കോളിഫ്ലവർ പോലത്തെ ഒരു ഗ്രോത്ത് നമ്മൾ ഗർഭാശയ ഗളത്തിൽ കാണും. അതിൽ നിന്നും നമ്മൾ ബയോപ്സി എടുത്ത് അയച്ചിട്ടാണ് ഇതിനെ കൺഫേം ചെയ്യുന്നത്. ഈ കൺഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏർലി പ്രിവെൻഷൻ ഓഫ് ഗർഭാശയകള ക്യാൻസറിന് വേണ്ടി നമ്മളിപ്പോൾ HPV വാക്സിൻ വയ്ക്കുന്നുണ്ട്. അത് വയ്ക്കുന്നത് എപ്പോഴും 9 മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ വാക്സിൻ വയ്ക്കുന്നുണ്ട്. ഈ വാക്സിൻ ഗാഡാസിൽ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, ഗാഡാസിൽ 9 വരുന്നുണ്ട്, സെർവാരിക്സ് വരുന്നുണ്ട്. ഇത് കുറച്ച് പൈസ, ഒരു 3000 രൂപയിൽ താഴെ ചിലവാക്കിയാൽ നമ്മുടെ പെൺകുട്ടികളെ ഈ ഗർഭാശയകള ക്യാൻസറിൽ നിന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അവർക്ക് നല്ലൊരു ലൈഫ് നൽകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വാക്സിൻ എങ്ങനെയാണ് നമ്മൾ കുത്തിവയ്ക്കപ്പെടുന്നത്? അതായത് 6 മന്ത്സ് ഇൻ്റർവെൽ, 6 മാസത്തിൻ്റെ ഇൻ്റർവെല്ലിൽ 2 ഡോസാണ് ഇതിനു വേണ്ടി നമ്മൾ വയ്ക്കുന്നത്. അത് സ്കൂൾ ഗോയിങ് ചിൽഡ്രനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ക്യാമ്പ്സായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് വലിയൊരു വലിയൊരു ക്യാമ്പ്സൊക്കെ ആയിട്ട് ഇപ്പോൾ ഒത്തിരി അതിന് ഒരു ഇമ്പോർട്ടൻസ് നമ്മളുടെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റൽ തലത്തിൽ വാക്സിനൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, അതായത് പ്രതിരോധശേഷി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് നമ്മൾ 3 ഡോസ് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ HIV ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് 3 ഡോസ് കൊടുക്കേണ്ടത്, ശരിക്കും 2 ഡോസാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് 3 ഡോസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന വ്യൂവേഴ്സ് അവരുടെ മക്കളെ, പെൺകുട്ടികളെ ഈ 2 ഡോസ് വാക്സിന് വേണ്ടി കൊണ്ടുവരണം. അത് എവിടെയാണ് ഉള്ളതെങ്കിൽ, അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് വയ്ക്കാനായിട്ട് നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ വലിയൊരു ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതോട് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം.